നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 107. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതി സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 107. പ്രഥമസ്കന്ധം 10-ാം അധ്യായം 26-ാം ശ്ലോകം ശ്രദ്ധിക്കുക. അഹോ അലം ശ്ലാഘ്യതമം യദോകുലം അഹോ അലം പുണ്യതമം മധോർവനം യദേഷ പുംസാം ഋഷഭ ശ്രിയപ്രിയ സ്വജന്മനാ ചംക്രമണേന ചാഞ്ചതി. ഒരു ഇടിവെട്ട് ശ്ലോകം അത്. അവസാനത്തെ വരി അഹോ അലം ശ്ലാഘ്യതമം യദോകുലം അഹോ അലം പുണ്യതമം മനോർവനം യത് ഏഷ പുംസാം ഋഷഭശ്രീയ പ്രിയ സ്വജന്മനാ ചംക്രമണേന ചാഞ്ചതി. ഇതിൻ്റെ അർത്ഥം പറയുമ്പോൾ യാതൊന്നു ഹേതുവായിട്ട് ലക്ഷ്മി ദേവിയുടെ അവിടെ ഞാൻ ചെറിയൊരു പരിങ്ങല്ല. ശ്ലോകത്തിലെ 3-ാമത്തെ വരിയിൽ ശ്രീയപ്രിയ ഞാൻ നീട്ടി വായിച്ചു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ശ്രിയ തന്നെ ഉള്ളൂ. ശ്രിയ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ അത് പ്രിൻറ്റിങ് മിസ്റ്റേക്കായിട്ട് മനസ്സിലാക്കാം. ശ്രീയ എന്ന് പറയില്ല, ശ്രിയ. അപ്പോൾ ഇതാണ് ഈ എന്താ പറയുക, ചഞ്ചല മനസ്സ് ഉണ്ടാവാൻ പാടില്ല. ശ്രീയ മഹാലക്ഷ്മി എന്നർത്ഥം. അപ്പോൾ യാതൊന്നു ഹേതുവായിട്ട് ലക്ഷ്മി ദേവിയുടെ പ്രാണനാഥനും പുരുഷോത്തമനുമായ ഋഷഭ എന്ന് പറഞ്ഞാൽ പുംസാം ഋഷഭ എന്ന് പറഞ്ഞാൽ കാളാന്നർത്ഥം. ഋഷഭം അവിടെ സംസ്കൃതത്തിൽ അതിനർത്ഥം പറയുക ധർമ്മം എന്നാണ്. ധർമ്മിഷ്ഠൻ. അപ്പോൾ ധർമ്മിഷ്ഠനാണ് പുരുഷോത്തമനുമായ ഇവൻ. അവിടെ ഏഷാന്ന് വേണം, അവിടെ യഷാന്നേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ ഏഷാന്ന് ആക്കിയിട്ടുണ്ട്. യത് ഏഷ പുംസാം ഋഷഭ എന്നാണ്. അപ്പോൾ പിന്നെ ഏഷ ഇവൻ തൻ്റെ അവതാരം കൊണ്ട് യദുവിൻ്റെ വംശത്തെ അലങ്കരിക്കുന്നു. അത് ഹേതുവായിട്ട് അത് ഏറ്റവും ശ്ലാഘ്യമാകുന്നു. ആശ്ചര്യം. അഹോ എന്ന് പറഞ്ഞാൽ ആശ്ചര്യം. മറാഠിയിൽ നോക്കിയിരുന്നു അഹോ. അങ്ങനെയുണ്ട് മറാഠിയിൽ അഹോ എന്നുള്ള ശബ്ദം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ തന്നെ 35% സംസ്കൃത വാക്കുകളാണ്. അതേമാതിരി എല്ലാ സബ്ജക്റ്റിലും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ആശ്ചര്യം സഞ്ചാരം കൊണ്ട്, ചംക്രമണേന എന്ന് പറഞ്ഞ സഞ്ചാരം കൊണ്ട് മധുവിൻ്റെ വനത്തെയും മധുരാരാജ്യത്തെയും അലങ്കരിക്കുന്നു. ആരെ? കൃഷ്ണൻ. അതും പുണ്യമേറിയതായി. ഇനി അതിനെല്ലാം കൂടി നമുക്കൊരു ഭാവാർത്ഥമുണ്ട്. എല്ലാ അവതാരങ്ങളെക്കാൾ സൗഭാഗ്യമേറിയതാണ് ശ്രീകൃഷ്ണാവതാരമെന്ന് 5 ശ്ലോകം കൊണ്ട് വർണ്ണിക്കുന്നു. അഹോ ഭാഗ്യം ശ്രീദേവിയുടെ ഭർത്താവും. അപ്പോൾ ഈ മഹാലക്ഷ്മി എന്നുള്ളത് തന്നെയാണ് ശ്രീദേവി. ശ്രീദേവിയുടെ ഭർത്താവും പുരുഷോത്തമനുമായി ഈ ഭഗവാൻ അവതാരം കൊണ്ട് അനുഗ്രഹിച്ചതായ യദുകുലം ഏറ്റവും ശ്ലാഘ്യമായതും സഞ്ചാരം കൊണ്ട് സൽക്കരിച്ചതായ മധുവനം. അല്ലേ? അതാണല്ലോ ഓരോ മണൽത്തരികളിലും ഭഗവാന്റെ പാദധൂളികളാണെന്ന് പറയുന്നുണ്ടല്ലോ. വനം എന്ന് പറഞ്ഞാൽ മധുരാരാജ്യം, അല്ലാണ്ട് അവിടെ കാടെന്നുള്ളത് എടുക്കരുത്. മധുരാരാജ്യം ഏറ്റവും പുണ്യേറിയതുമായി ഭവിച്ചിരിക്കുന്നു എന്ന് വ്യാസർ തർപ്പിച്ചു പറഞ്ഞു. അടുത്ത ശ്ലോകം 27.
അഹോ ബദസ്വൈര്യശസ്തിരസ്കരി കുശസ്ഥലേ പുണ്യയശസ്കരി ഭുവ പശ്യന്തി നിത്യം യദനുഗ്രഹേക്ഷിതം സ്മിതാവലോകം സ്വപതിം സ്മയൽ പ്രജാം അഹോ ബദസ്വൈര്യസസ്തിരസ്കരി കുശസ്ഥലേ പുണ്യയശസ്കരി ഭുവ പശ്യന്തി നിത്യം യദനുഗ്രഹേക്ഷിതം സ്മിതാവലോകം സ്വപതിം സ്മയൽ പ്രജാം. അഗെയിൻ അഹോ ബദ, അത്യാശ്ചര്യം. അഹോ എന്ന് പറഞ്ഞാൽ ആശ്ചര്യം, ബദ എന്ന് കൂട്ടിയപ്പോൾ എന്തായി? അത്യാശ്ചര്യം. കുശസ്ഥലി, ദ്വാരക എന്നർത്ഥം. ദ്വാരക സ്വർഗകീർത്തിയുടെ പരിഭവത്തെ ഉണ്ടാക്കി തീർക്കുന്നതും ഭൂമിക്ക് പുണ്യമായ കീർത്തിയെ വർദ്ധിപ്പിക്കുന്നതുമായിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യാതൊന്നിലുള്ള ജനങ്ങൾ അനുഗ്രഹത്താൽ ചെയ്യപ്പെട്ടതായ മന്ദഹാസത്തോടും കടാക്ഷത്തോടും കൂടിയ തങ്ങളുടെ നാഥനെ സ്വപതിം. ഇപ്പം അത്ര പ്രായമായിട്ടുള്ളൂ, പ്രായം വളരെ കമ്മിയാണല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ പ്രായമായിരുന്നു, ഇവിടെ വലിയ വലിയ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ 10ാം ദശകത്തിൽ 3ാം ശ്ലോകത്തോട് കൂടിയിട്ടാണ് അവതാരം തുടങ്ങുന്നത്. അപ്പോഴാണ് ബാലവേഷം ഉണ്ടാവുക. ഇതിപ്പോൾ അദ്ദേഹം കൃഷ്ണൻ എന്തൊക്കെ ചെയ്തു, അത് മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പോൾ 75 വയസ്സിൽ മീതെയാണ് അദ്ദേഹത്തിന് പ്രായം. അപ്പോൾ ഇവിടെ പുണ്യയശസ്കരി, പുണ്യമായ കീർത്തിയെ വർദ്ധിപ്പിക്കുന്നതുമായിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യാതൊന്നിലുള്ള ജനങ്ങൾ, ദ്വാരകയിലുള്ള ജനങ്ങൾ അനുഗ്രഹത്താൽ ചെയ്യപ്പെട്ടതായ മന്ദഹാസത്തോടും കടാക്ഷത്തോടും കൂടിയ തങ്ങളുടെ നാഥനെ, സ്വപതി എന്നുള്ളതിന് അത്രയൊക്കെ പറയേണ്ടി വന്നത്, നാഥനെ എല്ലാ ദിവസവും കാണുന്നുവല്ലോ. അതിപ്പോഴും വേണം. ഇവിടെ വിദേശത്താണ് ഭർത്താവ് വെച്ചാലും വീഡിയോയിൽ കാണാനല്ല പറഞ്ഞത്. ഓരോ കർമ്മം ചെയ്യുമ്പോഴും മനസ്സിൽ തൻ്റെ നാഥനുണ്ട്, അരുതുന്നതെന്ത് അരുതാത്തതെന്ത് എന്ന് വിശകലനം ചെയ്ത് അരുതാത്തതിനെ തള്ളി അരുതുന്നതിനെ മാത്രം നിവൃത്തി മാർഗത്തിൽ അനുഭവിക്കാൻ സാധിക്കണം സ്ത്രീകൾക്ക്. അതാണ്. അപ്പം ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. ദ്വാരകയെ വിശേഷിച്ചും സ്തുതിക്കുന്നു. അഹോ എന്താശ്ചര്യം! ദ്വാരക ഉത്കൃഷ്ടമായ ലോകം സ്വർഗമാണെന്നുള്ള കീർത്തിയെ നശിപ്പിക്കുകയും, സ്വർഗത്തിനേക്കാൾ മീതെ വൈകുണ്ഠം തന്നെയെന്നാണ് പറഞ്ഞതേ, ഭൂമിക്ക് അതീവ പുണ്യമായ യശസ്സിനെ വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദ്വാരകാവാസി ജനങ്ങൾ തൻ്റെ അനുഗ്രഹം അവരിലുണ്ടെന്ന് കാണിക്കുന്ന മന്ദഹാസത്തെയും കടാക്ഷത്തെയും അവരുടെ നേർക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന ഈ ശ്രീകൃഷ്ണ ഭഗവാനെ നിത്യം കണ്ടുകൊണ്ടിരിക്കുന്നുവല്ലോ. സ്വർഗവാസികൾക്ക് ഈ ഭാഗ്യം സിദ്ധിച്ചിട്ടില്ല. കാരണം സ്വർഗത്തിലുള്ളവർക്ക് ഭഗവാനെ നിത്യേന കാണാൻ സാധിച്ചിട്ടില്ല. യദനുഗ്രഹേഷിതസ്മിതാവലോകം എന്ന പാഠാന്തരം അനുഗ്രഹ സൂചനയായ മന്ദഹാസസഹിതമായ കടാക്ഷം എന്നർത്ഥം എന്നൊക്കെ പറഞ്ഞു. 28 ശ്ലോകം 28. നൂനം വ്രതസ്നാനഹുതാദിനേശ്വര സമർച്ചിതോ ഹി അസ്യ ഗൃഹീതപാണിഭി പിബന്തിയാ സഖ്യ അധരാമൃതം മുഹുർവ്രജസ്ത്രിയസമ്മുമുഹൂര്യദാശയാം നൂനം വ്രതസ്നാനഹുതാദിനേശ്വരാം സമർച്ചിതോ ഹി ഹസ്യ ഗൃഹീതപാണിഭി പിബന്തിയാ സഖ്യധരാമൃതം മുഹുർവ്രജസ്ത്രിയസമ്മുമുഹൂര്യദാശയാം. സഖി എന്ന് പറഞ്ഞാൽ തോഴി, ഇവൻ്റെ ഭാര്യമാരാൽ വ്രതാനുഷ്ഠാനം, സ്നാനം, ഹോമം ഇത്യാദിയാൽ ഈശ്വരൻ വേണ്ടും വിധം പൂജിക്കപ്പെട്ടിട്ടുണ്ട് നിശ്ചയം. യാതൊരുത്തികൾ അധരാമൃതം, അധരത്തിൽ നിന്ന് കിട്ടുന്ന അമൃതത്തെ, അത് ഈ അധരാമൃതം എന്ന് പറഞ്ഞാൽ ഉപദേശങ്ങളെന്ന് തന്നെ അർത്ഥം. അത് നമുക്ക് മനസ്സിലാവില്ല. അധരാമൃതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ അഷ്ടപതിയിൽ ചർച്ച ചെയ്ത ഭഗവാൻ ചവച്ചുകൊണ്ടിരിക്കുന്നത് അമ്പൂലത്തെ സ്ത്രീകൾ സ്വീകരിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഭഗവാനാൽ പറയപ്പെട്ട വേദ ഉപനിഷത്ത് കാര്യങ്ങൾ ഇവർ ഗ്രഹിച്ചു എന്നാണ് അർത്ഥം. അവ കാണുന്നതെല്ലാം നാരായണ പ്രതിമ എന്ന് പറയുന്ന പോലെ ഇവിടെ കൃഷ്ണസംബന്ധമായ കാര്യങ്ങളൊക്കെ ഉപദേശങ്ങളാണ്. നിരാകാരനാണ്, ഇനി അശരീരി മാത്രമേ ഉള്ളൂ. ഇതൊക്കെ മറന്നിട്ട് നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് മനുഷ്യൻ, ഉപ്പും മുളകും തിന്നുന്ന മനുഷ്യൻ, രജോ ഗുണപ്രധാനിയാണ് നമ്മളൊക്കെ. അവിടെയാണ് പ്രശ്നം. ഭഗവാൻ സ്വാത്വികതയും കൂടി കടത്തി പറ്റിയിട്ടുള്ള ആളാണ്. പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അതീതനാണ്. നമ്മൾ പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അധീനന്മാരായിട്ട് ഇത് വീക്ഷിക്കുമ്പോഴാണ് നമുക്ക് ഈ അധരാമൃതം എന്നുള്ളത് ശരിക്കും ദഹിക്കാതെയിരിക്കാനുള്ള കാരണം. അപ്പോൾ അധരത്തിൽ നിന്ന് കിട്ടുന്ന അമൃതത്തെ വീണ്ടും വീണ്ടും പാനം ചെയ്യുന്നു. യാതൊന്നിൽ ആശയം മനസ്സ് വെച്ചുകൊണ്ടിരിക്കുന്ന വ്രജത്തിലെ സ്ത്രീകൾ സമ്മോഹിച്ചു, വിശേഷേണ മോഹിച്ചു എന്നർത്ഥം. അപ്പോൾ അവിടെ ഉണ്ട് ആശ്രയം മനസ്സ് വെച്ചുകൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണനിൽ മനസ്സ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൃഷ്ണൻ കല്യാണം ചെയ്തിരിക്കുന്ന സ്ത്രീകൾ അവരുടെ പൂർവജന്മത്തിൽ വ്രതാനുഷ്ഠാനം, സ്നാനം, ഹോമം മുതലായ ധർമ്മങ്ങളെ കൊണ്ട് ഈശ്വരനെ പൂജിച്ചവർ തന്നെ. നിശ്ചയം ഹേ സഖി, ഗോപസ്ത്രീകൾ ഏതൊരു അധരാമൃതത്തെ പാനം ചെയ്യുവാൻ ആഗ്രഹിച്ച് മോഹത്തെ അടഞ്ഞുപോ. ആ അധരാമൃതത്തെ ഇവൻ്റെ പത്നിമാർ അടിക്കടി പാനം ചെയ്യുന്നവരല്ലയോ? അവരുടെ ഭാഗ്യം അതിശയിക്കുന്നത് തന്നെ. ഇനി 29, 30 ശ്ലോകം ഒന്നായിട്ടാണ് പറയുന്നത്. 4 വരി ശ്ലോകങ്ങളാണ്. യാ വീര്യശുൽക്കേന ഹൃദാ സ്വയംവരേ പ്രമധ്യ ചൈദ്യ പ്രമുഖാൻ ഹി സുഷ്മിണ പ്രത്യുപ്ന സാംബ അംബസുതാദയോ അപരാ യശ്ചാഹൃത ഭൗമവധേ സഹസ്രശാം ഏതാപരം സ്ത്രീത്വമപാസ്തപേശലം നിരസ്തശൗചം ബദ സാധു കുറുവതേ യാസാം ഗൃഹാൽ പുഷ്കരലോചനപതിർന ജാത്വാ പൈത്യാഹൃദിഭിർഹൃദി സ്പൃശൻ. യാ വീര്യശുൽക്കേന ഹൃദാ സ്വയംവരേ പ്രമധ്യ ചൈദ്യ പ്രമുഖാൻ ഹി സുഷ്മിണ പ്രത്യുപ്ന സാംബ അംബാസുതാദയോ അപരാ യശ്ചാഹൃതാ ഭൗമവദേ സഹസ്രശാം ഏതാപരം സ്ത്രീത്വമപാസ്തപേശലം നിരസ്തശൗചം ബദ സാധു കുറുവതേ യാസാം ഗൃഹാത് പുഷ്കരലോചനപതിർ ന ജത്വാ പൈത്യാഹൃദിഭിർഹൃദി സ്പൃശൻ. കുറച്ച് വലിയ ശ്ലോകങ്ങളാണ്. ബലിഷ്ഠന്മാരായ ശിശുപാലാദികളെ തോൽപ്പിച്ചിട്ട് പ്രത്യുപ്നൻ, സാമ്പൻ, അമ്പൻ മുതലായ പുത്രന്മാരോടുകൂടിയവരും, ആരുടെ? കൃഷ്ണൻ്റെ. നരകാസുരവധത്തിൽ അപരകളായ അനേകം സ്ത്രീകളും, കാരണം നരകാസുരനെ വധിച്ചപ്പോൾ നരകാസുരൻ്റെ ജയിലിൽ നിന്ന് കിട്ടിയിട്ടുള്ള 16,000 സ്ത്രീകളുണ്ടേ. അപ്പോൾ അനേകം സ്ത്രീകളും പ്രഭാവമാകുന്ന മൂല്യത്താൽ സ്വയംവരത്തിൽ ഹരിക്കപ്പെട്ടുവോ? ആരനെ? രുക്മിണിനെ. ഇവർ തന്നെ നിരസ്തമായ പേശലത്തോടു കൂടിയതും നിരസിക്കപ്പെട്ട ശുദ്ധിയോടുകൂടിയതുമായ സ്ത്രീത്വത്തെ ശോഭനമാക്കി ചെയ്യുന്നു. ആശ്ചര്യം. യാതൊരുത്തികളുടെ ഗൃഹത്തിൽ നിന്ന് താമരനേത്രനായ ഭർത്താവ് പാരിജാതാദികളുടെ ആഭരണങ്ങൾ കൊണ്ട് മനസ്സിൽ സ്പർശിക്കുന്നവനായിട്ട് ഒരിക്കലും അപായനം ചെയ്യുന്നില്ല. അത് മനസ്സിൽ നിന്ന് പുറത്തു പോവില്ല ഭഗവാൻ. നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമേ മനസ്സിൽ ഭഗവാൻ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ മോശമാണത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. സ്വവീര്യത്തെ കന്യകാദാനമായി കൊടുത്ത ശ്രീകൃഷ്ണനാൽ സ്വയംവരാവസരത്തിൽ
അതാണേ പ്രിൻറ്റിങ്ങിൽ സ്വയം ഒരു സ്ഥലത്ത് നിന്നു, വരൻ ഹൈഫനിട്ട് ഇല്ലേനി. ഞാനങ്ങ് പകച്ചുപോയി. സ്വയംവരാവസരം. അപ്പോൾ ഒരു ഹൈഫൺ വേണം അവിടെ, അല്ലെങ്കിൽ അർത്ഥം കിട്ടില്ല. സ്വയംവരാവസരത്തിൽ അല്ലെങ്കിൽ സ്വയം വരാസരത്തിൽ നിന്നാണ് വായിക്കുക നമ്മൾ. അങ്ങനെ അങ്ങോട്ടാണ് പോയത് ഞാൻ. ബലിഷ്ഠന്മാരായ ശിശുപാലൻ മുതലായവരെ ജയിച്ചിട്ട് സ്വാധീനത്തിലാക്കപ്പെട്ടവരും പ്രത്യുമ്നൻ, സാമ്പൻ, അമ്പൻ മുതലായവരെ പുത്രന്മാരായി ലഭിച്ചവരുമായ രുക്മിണി, ജാമ്പവതി, നാഗ്നിചിതി മുതലായ സ്ത്രീകളും നരകാസുരനെ വധിച്ച സമയത്തിൽ സ്വീകരിക്കപ്പെട്ട അനേകായിരം സ്ത്രീകളും, അതാണ് 16,000 എന്ന് പറഞ്ഞത്. സ്വാതന്ത്ര്യാദി ശ്രേഷ്ഠ ഗുണമില്ലാത്തവരും, അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, സ്വാതന്ത്ര്യാദി ഗുണമില്ലാത്തവരും പരിശുദ്ധമല്ലാത്തതുമായ സ്ത്രീത്വത്തെ ശ്രേഷ്ഠമാക്കി തീർത്തു. എങ്ങനെ? ഭഗവാൻ അവരേനൊക്കെ സ്വീകരിച്ചു. എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് ഇനി അവരവരുടെ ഗ്രഹങ്ങളിലേക്ക് പോകാൻ പറ്റില്ല, ഞങ്ങളെ ഭരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ ശ്രേഷ്ഠമാക്കി തീർത്തു. എന്തുകൊണ്ടെന്നാൽ അവരുടെ ഭർത്താവായ പുണ്ടരീകാക്ഷൻ പാരിജാത വൃക്ഷഹരണം മുതലായ കാര്യങ്ങളെ കൊണ്ട് അവർക്ക് ഹൃദയത്തിൽ ആനന്ദത്തെ വർദ്ധിപ്പിച്ചും കൊണ്ട് ഒരു സമയത്തും അവരുടെ ഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് പോകാതിരിക്കുന്നില്ലയോ. ഇപ്പോൾ ഇഷ്ടജനങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് ആർക്കും ഇഷ്ടാവില്ല. അതേപോലെ തന്നെ മനസ്സിൽ നിന്നും പുറമെ പോകാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ പറഞ്ഞു ഇതത്രയും ആശ്ചര്യമല്ലേ? അതെ, ഇവരുടെ സ്ത്രീജന്മം സഫലമായി. ഈ ഭഗവാന്റെ സാന്നിധ്യ നിമിത്തം ഇവർക്ക് ഇനി ജനന മരണ ക്ലേശത്തിന് അവകാശമില്ലാത്തതിനാൽ ഈ ശ്രീകൃഷ്ണ പ്രേമം എന്തിനാ? മനസ്സിൽ കൃഷ്ണനെ പ്രതിഷ്ഠിക്കുക. നമ്മുടെ മനസ്സ് ഭഗവത് പാതാരവിന്ദത്തിൽ തളച്ചിടാൻ സാധിച്ചാൽ പിന്നെ ജനന മരണം ഇല്ല നമുക്ക്. ഇത് മനസ്സിലാക്കണില്ല ആൾക്കാർ. ഇത് അതുകൊണ്ടാണ് 6, 8, 10 വയസ്സിൽ പഠിക്കണതൊക്കെ. സിമ്പിളാണേ. നമ്മുടെ പ്രഹ്ലാദൻ കായാധു, തൻ്റെ അമ്മയായിരിക്കുന്ന കായാധുവിൻ്റെ ഗർഭസ്ഥാവസ്ഥയിൽ ഇരിക്കുമ്പോൾ കേട്ടു നാരദ മഹർഷി കായാധുവിന് ഉപദേശിച്ചതൊക്കെ അദ്ദേഹം കേട്ടത്, മനസ്സിലാക്കിയത്. അപ്പോൾ ഭാരതീയ തത്വശാസ്ത്രം എത്ര പ്രഗത്ഭമാണ് എന്നുള്ളത് അറിയാതെ കണ്ടു പോയതൊരു എന്താണെന്ന് പറയുക, പരാജയം തന്നെയാണ്. അത് ചെയ്യരുത്. ഇനി അതൊന്നും ഉണർന്ന് വരണം നമ്മൾ. അപ്പോൾ സ്ത്രീജന്മം ഇവർക്ക് കൈവല്യത്തെ ദാനം ചെയ്തു എന്ന് സാരം. കൈവല്യം എന്ന് പറഞ്ഞാൽ മോക്ഷം. ശ്രീകൃഷ്ണപ്രസാദം ആരിലുണ്ടാകുന്നുവോ അവർക്ക് സിദ്ധിക്കുന്ന പരമഫലം. ആർക്കാണ് ഭാഗവതം സ്വയത്താക്കണമെന്ന് വിചാരിച്ചത് അവരൊക്കെ രക്ഷപ്പെടും, വേണ്ട പോലെ ചെയ്യുകയാണെങ്കിൽ. ഞാൻ ഏത് സ്പിരിറ്റിൽ നിങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കണു, അങ്ങനെ നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രക്ഷപ്പെടാം. കാരണം ഞാനൊരു അനുഭവസ്ഥൻ കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പൂരീകരണത്തിന് വേണ്ടി ചെയ്യുന്നതല്ല അത് ആദ്യം ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് തന്നെ രക്ഷ എന്ന് വിചാരിച്ച് വന്നിട്ടുള്ള എനിക്ക് ഈശ്വരൻ്റെ ഗുണങ്ങളെ പറ്റി എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം ഞാൻ രക്ഷപ്പെട്ടിട്ടുള്ളതും ഞാൻ ഇന്ന് സ്ഥിതി ചെയ്യുന്നതുമായിട്ടുള്ള അവസ്ഥകളെ ഞാൻ തന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് കണ്ണ് നിറയാതെ കണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ആനന്ദ കണ്ണീര്. അതുകൊണ്ടാണ് പറഞ്ഞത് പരമഫലം മുക്തി തന്നെ. ശ്രീകൃഷ്ണാംഗ സംഗാതി ജന്യ സുഖരൂപഫലം താൽക്കാലികമാണെന്ന് വിചാരിക്കരുത്. ഈ ഭാഗവതത്തിൽ നിന്ന് കിട്ടുന്ന അനുഭൂതി ഒരിക്കൽ മനസ്സിനെ കീഴടക്കിയാൽ ആ മനസ്സിൽ നിന്ന് പോവില്ല. അതാണ് ഇവിടെ പറഞ്ഞത് ശ്രീകൃഷ്ണാംഗ സംഗാതി ജന്യ സുഖരൂപഫലം എന്നാ. അതാണ് അധരാമൃതം. ഭഗവാന്റെ അധരാമൃതം എന്താ? ശ്രീകൃഷ്ണാംഗ സംഗാതി ജന്യ സുഖരൂപഫലം. താൽക്കാലികമാണെന്ന് വിചാരിക്കരുത്. മുക്തിക്കു കാരണമായിരിക്കുന്നതിനാൽ ആഗ്രഹിക്കത്തക്കതും സ്ഥിരഫലപ്രദവുമാണ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരഫലപ്രദം എന്ന് പറഞ്ഞാൽ എപ്പോഴും കാച്ചുകൊണ്ടിരിക്കണതെങ്ങ്, എപ്പോഴും മാങ്ങ തരുന്ന മാവ് എന്നൊക്കെ പറയണില്ലേ, അതേമാതിരി സ്ഥിരഫലപ്രദവുമാണ് ഭാഗവതം. കൈ വച്ചാൽ മതി. ഭാഗവതത്തിൽ കൈ വെച്ചാൽ
എല്ലായി. ഇനി അടുത്ത ശ്ലോകം 31. ഏവം വിധാഗതന്തീനാം സഗിരഃ പുരുയോഷിതാം നിരീക്ഷണേനാഭിനന്ദൻ സസ്മിതേന യയോ ഹരി. ഏവം വിധാഗതന്തീനാം സഗിരഃ പുരയോഷിതാം നിരീക്ഷണേനാഭിനന്ദൻ സസ്മിതേന യയോ ഹരി. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, സംഭാഷണം ചെയ്യുന്ന പുരസ്ത്രീകളുടെ ഇപ്രകാരമുള്ള വാക്കുകളെ മന്ദഹാസത്തോടുകൂടി നേട്ടം കൊണ്ട് അഭിനന്ദിക്കുന്നവനായിട്ട് ആ കൃഷ്ണൻ യാനം ചെയ്തു. യാനം ചെയ്തു എന്ന് പറഞ്ഞാൽ ദ്വാരയ്ക്ക് പോയി. ശ്രീകൃഷ്ണൻ ഇപ്രകാരം സംഭാഷണം ചെയ്യുന്ന ആ പട്ടണത്തിലെ സ്ത്രീകളുടെ വാക്കുകളെ മന്ദഹാസസഹിതമായ നോട്ടത്താൽ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ വചനം സത്യമാണെന്നും, അതാണ് ഭഗവാൻ ആരുടെ വചനം കേൾക്കാൻ പറ്റും, അദ്ദേഹത്തിന് തീർപ്പ് കൽപ്പിക്കാം. നിങ്ങളുടെ വചനം സത്യമാണെന്നും ഭക്തകളായ നിങ്ങൾക്കും ഞാൻ അധീനൻ തന്നെയാണെന്നും, ഞാൻ ഈ 16,008 ഭാര്യമാർക്ക് മാത്രം അധീനനല്ല, എന്നിൽ ഭക്തിയുള്ളവരോടൊക്കെ എന്നിൽ ഭക്തിയുള്ളവരോടൊക്കെ അവർക്കൊക്കെ ഞാൻ അധീനനാണ്. ഈ ഒരു ഗ്യാരണ്ടി പോരെ നമുക്ക് ജീവിതത്തിൽ. അപ്പോൾ ഭക്തകളായ നിങ്ങൾക്കും ഞാൻ അധീനൻ തന്നെയാണെന്നും അവരെ ധരിപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്തു. ദൂരെ നിൽക്കുന്ന സ്ത്രീകൾ അന്യോന്യം ചെയ്യുന്ന സംഭാഷണങ്ങളെ ശ്രീകൃഷ്ണൻ എങ്ങനെ കേട്ടു എന്ന് സംശയിക്കേണ്ട. മൈ ഗുഡ്നെസ്, പറഞ്ഞു തീർത്തേ ഉള്ളൂ. നമ്മുടെ മനസ്സിൽ എന്താ ആഗ്രഹിക്കണമെന്നുള്ളത് ഭഗവാൻ മനസ്സിലാകണു. കാരണം ഭഗവാൻ നമ്മുടെ ബാലാഗ്രശലഭാഗസ്യ വിസ്തരസേകോ ജീവോ നമ്മുടെ ഉള്ളിലാണ്. നമ്മളൊരു അമ്പലത്തിൽ പോയിട്ട് തിരക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മാറുമോ, ഞാനൊന്ന് തൊഴട്ടെ, നിങ്ങളെന്താ പിന്നിലേക്ക് ഉന്താണ്, നിങ്ങളെന്താ പിന്നിന്ന് ഉന്താണ് എന്നൊക്കെ നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ കേൾക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കണ്ണടച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ. എനിക്ക് ഭഗവാൻ എൻ്റെ സ്വാധീനത്തിലാണ് എന്നുള്ളൊരു ബോധം ഉണ്ടായാൽ മതി. അഹങ്കാരം വരരുത്. അവിടെ കേശവ ദാസോഹം തവ കേശവ എന്നുള്ള പ്രമാണം ഓർക്കണം. ഞാൻ അങ്ങയുടെ ദാസനാണ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പശ്യത്യ ചക്ഷു സ ശൃണോത്യ കർണ, കണ്ണുകളില്ലാതെ തന്നെ കാണുന്നവനും ശ്രോത്രങ്ങളില്ലാതെ തന്നെ കേൾക്കുന്നവനുമായ ഈശ്വരൻ തന്നെയാണല്ലോ കൃഷ്ണൻ. സഹസ്രാക്ഷ സഹസ്രശിര എന്നൊക്കെ പറയും. അത് പിന്നെ വേറെ കാര്യം. 1000 999 കഴിഞ്ഞ 1000 അല്ല, എണ്ണിയാൽ തീരാത്തത്ര തലകളും കണ്ണുകളും നാസാരന്ധ്രങ്ങളും ശ്രോത്രങ്ങളുള്ളതാണ് ഭഗവാൻ. കാലുകളില്ല, എവിടെ എത്തും? കാലുകൾ, കാറ്റിന് കാലുണ്ടോ, കണ്ണുണ്ടോ, മൂക്കുണ്ടോ? ഇല്ല. അതന്നെ ഈശ്വരൻ. ഇന്ന് വാട്സപ്പിൽ നല്ലൊരു മെസ്സേജ്, കൈ കഴുകി കൈകൊണ്ട് കുഴച്ച് ആഹരിക്കണം എന്നാണ്. എന്താ, മാതൃഭൂമിയിൽ ഒരു പ്രസൻറ്റേഷൻ നടക്കുകയാണ്. ഈ പഞ്ചഭൂതങ്ങളാണ് 5 പേരിലെന്നാണ് സമർത്ഥിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് അന്നം കുഴച്ച് ഉരുട്ടി വായിലിടണം. അപ്പോൾ അതിൽ അഗ്നിയുടെയും വായുവിൻ്റെയും ആകാശത്തിൻ്റെയും വായുവിൻ്റെയും അഗ്നിയുടെയും ജലത്തിൻ്റെയും ഭൂമിയുടെയും അംശം കയ്യിലുണ്ട്. ഇതൊന്നും അറിയാണ്ട് നമ്മൾ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞിട്ട് സോഷ്യലിസം എന്ന് പറഞ്ഞിട്ട് കക്കൂസ് പോകുന്നതും യൂറോപ്യൻ സ്റ്റൈല്, അതേപോലെ തന്നെ ഊണ് കഴിക്കാനിരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടും അല്ലേ? ആദ്യത്തെ ഞാൻ പറഞ്ഞു, അതേപോലെ തന്നെയല്ലേ ഊണ് കഴിക്കാതിരിക്കണത്. നേരെ മറിച്ച് പണ്ട് എങ്ങനെയായിരുന്നു? കാര്യം സാധിക്കാണ് ഇരിക്കണത് ശരീരത്തിൻ്റെ സന്തുലനാവസ്ഥ. ഒരിക്കലും ഗ്യാസ് വരില്ല മനുഷ്യന് വയറ്റിൽ, ആ ഇരിപ്പ്. ഇപ്പം ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് 2 പ്രാവശ്യം പുറത്ത് വെളിക്ക് പോയിരിക്കണം. അങ്ങനത്തെ ആഹാരമാണ്, അങ്ങനത്തെ വ്യായാമമാണ്. ഇന്ന് റെഗുലർ ഒരു നേരം മോഷനുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാണ്. കാരണം എല്ലാ അസുഖങ്ങളുടെയും തുടക്കം ഈ കോൺസ്റ്റിപ്പേഷനിൽ നിന്നാണ്.
അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഭാഗവതം എന്നുള്ളത് ഒരു പുരാണ ഗ്രന്ഥമല്ല. ഇനി അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല. പുരാണം എന്ന് പറഞ്ഞാൽ നവനവ എന്നർത്ഥം, ആ അർത്ഥത്തിലെടുക്കാം, അല്ലാണ്ട് പഴയതെന്നുള്ള അർത്ഥത്തിലെടുക്കണ്ട. പിന്നെ ഇതൊരു ശാസ്ത്രീയ ഗ്രന്ഥമാണ്. സോഷ്യലിസം, സയൻസും, മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം ഇതിലുണ്ട്. അത് മനസ്സിലാക്കാത്തത് വലിയൊരു അപരാധമാണെന്നുള്ള മനസ്സുകൊണ്ട് നിങ്ങൾ ഇതിനെ തുടങ്ങിക്കോളൂ, നിങ്ങൾ രക്ഷപ്പെടും. അപ്പോൾ പിന്നെ ശ്രോത്രങ്ങളില്ലാതെ തന്നെ കേൾക്കുന്നവനുമായ ഈശ്വരൻ തന്നെയാണല്ലോ കൃഷ്ണൻ. അന്തര്യാമിയായ കൃഷ്ണൻ ആരെന്തു പറഞ്ഞാലും വിചാരിച്ചാലും അതിനെ കേട്ടും അറിയും, സമുചിത ഫലം കൊടുക്കുന്നുണ്ടെന്ന് ധരിക്കണം. ഇനി എന്താ വേണ്ടത് നിങ്ങൾക്ക് അറിയേണ്ടത്? എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഭഗവാൻ അറിയാം. കാരണം ബാലാഗ്രശതവാഗസ് വിസ്തരസ് ഏകോ ജീവ, അവരവരുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. 32ാമത്തെ ശ്ലോകം. അജാതശത്രു പൃതനാം ഗോപീധായ മധുദ്ദിഷ പരേഭ്യ ശങ്കിത സ്നേഹാൽ പ്രായുക്ത ചതുരംഗിണീം. അജാതശത്രു പൃതനാം ഗോഭീധായ മധുദ്ദിഷാം പരേഭ്യ ശങ്കിത സ്നേഹാത് പ്രായുക്ത ചതുരംഗിണീം. ശത്രുക്കളിൽ നിന്ന് ശങ്കയോടുകൂടിയ യുധിഷ്ഠിരൻ അതിസ്നേഹം ഹേതുവായിട്ട് മധു എന്ന അസുരനെ സംഹരിച്ചിരിക്കുന്നവൻ്റെ, അതായത് ശ്രീകൃഷ്ണൻ്റെ രക്ഷണത്തിനായിക്കൊണ്ട് 4 അംഗങ്ങളോടുകൂടിയ സേനയെ നിയോഗിച്ചയച്ചു. ഭഗവാന്റെ വഴിയിൽ ബുദ്ധിമുട്ട് വരാതെ ഇരിക്കാൻ ഭക്തിയുടെ മാധ്യമത്തിൽ താൻ ഇന്ന് രാജാവാണെന്നും ആ രാജകീയ പരിവേഷം കിട്ടാൻ കാരണം ഭഗവാനാണെന്നും അതുകൊണ്ട് ആ ഭഗവാന്റെ ദ്വാരകയ്ക്കുള്ള യാത്ര ചതുരംഗപ്പടയുടെ ആഭിമുഖ്യത്തിൽ ബാഹ്യമായിട്ടുള്ള ഇടപെടലുകളൊന്നും ഇല്ലാണ്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ച് നോക്കണം. ആരുടെ രക്ഷ കൊണ്ടാണ് നമ്മൾ ജയിച്ചത്? അതൊക്കെ ശരിയാണ്. എന്നാലും ഈ സ്നേഹമുള്ള മനസ്സിൽ എന്തും തോന്നാം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു നിർത്താം. അജാതശത്രുവായ ധർമ്മപുത്രർ മധുവെന്ന അസുരനെ സംഹരിച്ച കൃഷ്ണനെ രക്ഷിപ്പാനായി കൊണ്ട് ആ വാക്കുകളുടെ ചാതുരി, മധുരിഭോ, മധുവിൻ്റെ ശത്രുവേന, മധു എന്ന അസുരനെ നശിപ്പിച്ചവന്ന മധുരിഭോ, മധുസൂദന അല്ലേ? അച്യുതാനുമാനന്ദാനുമാ ഗോവിന്ദാനുമാ ഗോപാലായനുമാ മധുസൂദനായനുമാ. അപ്പം മധുവെന്ന അസുരനെ സംഹരിച്ച കൃഷ്ണനെ രക്ഷിപ്പാനായിക്കൊണ്ട് ശത്രുക്കളിൽ നിന്ന് ശങ്ക ജനിക്കയാൽ സ്നേഹാധിക്യ നിമിത്തം ഞാൻ, അതായത് ഇതിലുള്ളത് എനിക്ക് ഭഗവാൻ എൻ്റെ വായേക്കൂടെ തരുമ്പോൾ എനിക്കുള്ളൊരു സന്തോഷം. അപ്പോൾ ധർമ്മപുത്രരുടെ സ്നേഹാധിക്യത്താൽ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല. ഇറ്റ് ഈസ് മൈ ഡെസ്റ്റിനി ടു ഡൈജസ്റ്റ് ടൈം ടു ടൈം. ഈശ്വരൻ്റെ അനുഗ്രഹം, ഞാൻ അതിലും ഇതൊന്നും പറയില്ല. ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം. കഴിഞ്ഞ 20-ാം തീയതി ഒരു ടേണിംഗ് പോയിൻ്റാണ് എൻ്റെ ജീവിതത്തിൽ. എന്താ? ഞാൻ ഫേസ്ബുക്കും നിർത്തി, മെസ്സഞ്ചറും നിർത്തി. ഗോ ടു ഹെൽ. എൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് അത്ര മതി. കാരണം വായിച്ചാൽ തീരാത്ത അത്ര ഗ്രന്ഥം എൻ്റെ ഇപ്പോഴുണ്ട്. അത് കാരണം ഇപ്പോൾ 20 പേജ്, ശരാശരി 5 പേജ് വായിച്ചത് ഞാൻ ഇപ്പോൾ 20 പേജ് 25 പേജ് വായിക്കുന്നുണ്ട്. അത്ര സന്തോഷം FBയിൽ നിന്നും മെസ്സഞ്ചറിൽ നിന്നും കിട്ടില്ല. നല്ല സൗഹൃദമുള്ള ആൾക്കാരോടൊക്കെ എനിക്ക് നോ പറയേണ്ടി വന്നു. കാരണം എന്താ? പ്രിയോറിറ്റി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇദ്ദേഹം ഇവിടെ പറഞ്ഞു, കൃഷ്ണനെ രക്ഷിപ്പാനായിക്കൊണ്ട് ശത്രുക്കളിൽ നിന്ന് ശങ്ക ജനിക്കയാൽ സ്നേഹാധിക്യം നിമിത്തം ആന, കുതിര, തേർ, കാലാൾ എന്ന 4 അംഗപ്പടയോടുകൂടിയ സൈന്യത്തെ കൽപ്പിച്ചയച്ചു. മധുവൈരിയെ ആക്രമിക്കാൻ ആർക്കും കഴിയുകയില്ല. നോക്കൂ, ഈ ഭഗവാൻ 18 പ്രാവശ്യമാണ്
ജരാസന്ധൻ്റെ 23 അക്ഷൗഹിണി പടകളെ വധിച്ചത്. ഓരോ യുദ്ധത്തിലും 23 പിന്നെ അക്ഷൗഹിണി പടേനെയാണ് ജരാസന്ധൻ കൊടുന്നത്. അവരേനൊക്കെ ഭഗവാൻ കൊന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈ 7 അക്ഷൗഹിണി പടയുടെ നാഥനായിരിക്കുന്ന അർജുനൻ്റെ തേരും തെളിച്ച മുമ്പിൽ 11 അക്ഷൗഹിണി പുല്ലാണ് പറയലേ. അപ്പോൾ ഇവിടെ സ്നേഹം കൊണ്ടാണ് ഈ നാരങ്ങപ്പടേനെ അയക്കണത്. മധുവൈരിയെ ആക്രമിക്കാൻ ആർക്കും കഴിയുകയില്ല. എങ്കിലും സ്നേഹാധിക്യത്താൽ രക്ഷാസൈന്യത്തെ അയച്ചു എന്ന് കാണിച്ചത് അതിസ്നേഹ അസ്ഥാനേപ്യ നിഷ്ഠശങ്കി എന്താണ് എന്ന ആപ്തവാക്യത്തെ സ്പഷ്ടമാക്കിയിരുന്നു. അതിസ്നേഹ അസ്ഥാനേ, അസ്ഥാനത്താണ്, അസ്ഥാനേബി അനിഷ്ടശങ്കി, അനിഷ്ടങ്ങൾ വരുന്നതിനെ തടുക്കാൻ വേണ്ടി അതിസ്നേഹ നിധിയായിരിക്കുന്ന ധർമ്മപുത്രർ അങ്ങനെ ഒരു ഏർപ്പാട് ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായില്ലേ? ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ 107 ഇപ്പോൾ കഴിഞ്ഞത്. 108 നാളെ. നമസ്കാരം.